ചേട്ടാ ചേട്ടാ എന്തുവാടി? ഞാൻ പറഞ്ഞില്ലേ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന്. നമ്മുടെ സീമി ചേച്ചിയുടെ കല്യാണത്തിന് പോകുന്ന കാര്യം പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോ. അപ്പൊ കല്യാണത്തിന് പോകണ്ടേ? എങ്ങനെയാ? നമ്മൾ ഒരുമിച്ചല്ലേ കല്യാണത്തിന് പോന്നേന്ന്. നീ പോക്കൂ, എനിക്ക് നേരമില്ല. കാർ കിടപ്പുണ്ട്, കാറെടുത്ത് പോകും. അല്ല, അത് നമ്മൾ രണ്ടുപേരോട് പോകണ്ടേ? എനിക്ക് നേരമില്ല, നീ കാണുന്നില്ല ഇത്. ഞാൻ ഒറ്റയ്ക്ക് ചെന്നാൽ അവർ എന്ത് വിചാരിക്കും? നീ പോയാ മതി, ഞാൻ തിരക്കില്ല. എടാ, നിനക്കങ്ങനെ പറയാം. ഈ മാസം ടാർഗറ്റ് ഒപ്പിച്ചില്ലേ? ഞാനാ കമ്പനിയോട് സമ്മാനം പറയേണ്ടിയിരുന്നത്. നീ പെട്ടെന്ന് സൈഡിലോട്ട് നോക്കൂ, ഞാൻ വരാം അങ്ങോട്ട്. ഒരു 5 മിനിറ്റ്, ഇപ്പം സെൻഡ് ചെയ്യാം. ഞാനിവിടെ വന്ന് കയറിയുള്ളൂ, ഡ്രസ്സ് പോലും മാറി. ചേട്ടാ ചേട്ടാ വന്ന് കഴിക്കേ. നീ കഴിച്ചു? എനിക്ക് നന്നായിട്ട് ഉറക്കവും വരുന്നുണ്ട്. പാത്രമൊക്കെ കഴുകി വെക്കണ്ടേ? എത്ര സമയമായി ഇപ്പോ? എടി, നീ കഴിച്ചിട്ട് കിടന്നു, ഞാൻ താമസിക്കും. എന്ത് പറ്റിയേട്ടാ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ലടി, മൊബൈൽ കംപ്ലൈന്റ് ആയി, നാളെ കിട്ടത്തുള്ളൂ. ഞാൻ എന്നാ കഴിക്കാൻ ഫുഡ് എടുത്ത് വെക്കട്ടെ? നീ അവിടെ ഇരിക്കും, കുറച്ച് കഴിഞ്ഞാൽ മതി. അല്ല, നിന്റെ ഫേസിൽ എന്താ വല്ലാതിരിക്കുന്നത്? കണ്ണിനോടൊക്കെ നല്ലതായിട്ട് കറുത്തിട്ടിരിക്കുന്നല്ലോ, എന്താ പറ്റി? നിങ്ങൾക്ക് എന്നെ കാണാൻ നേരമില്ല, എന്നെ കേൾക്കാൻ സമയമില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും നിങ്ങൾ ഓർക്കാറില്ല. ഫുൾ ടൈം ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ, അതും അല്ലെങ്കിൽ കോളിൽ. പിന്നെ ഞാൻ ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നടക്കണ്ടേ? നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാറുണ്ടോ? എടി, നിനക്ക് ഈ വീട്ടിൽ എന്തിന്റെ കുറവാ? ഒരു 13,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്, ഒരു കാറ്, അത് നിനക്ക് പോകാനുണ്ട് ഓട്ടോമാറ്റിക്. വർഷത്തിൽ 2 ടൂറിന് കൊണ്ടുപോകാറില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മേടിച്ചു തരാറുണ്ട്. പിന്നെ നിനക്ക് എന്താ സന്തോഷത്തിന്റെ കുറവ്? നിങ്ങൾ ആണുങ്ങൾക്ക് എല്ലാവർക്കും പൊതുവെ ഒരു വിചാരമുണ്ട്, കുറേ കാശും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ വീട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കുമെന്ന്. നിങ്ങൾ എന്തെങ്കിലും എന്നെ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഞാനൊരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാലോ, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താലോ, അത് നന്നായി എന്നൊരു വാക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ടൂർ കൊണ്ടുപോയ കാര്യമൊക്കെ പറഞ്ഞില്ലേ? നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് ഇവിടുന്ന് പോകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും, ഞാൻ അവിടെ നിന്ന് പൊട്ടനാട്ടം കാണുന്ന പോലെ അവിടെ എല്ലാം കണ്ടിട്ട് തിരിച്ചു വരും. എല്ലാ പ്രാവശ്യവും ഇത് തന്നെയല്ലേ നടക്കുന്നത്? കൂടുതലൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് എന്നോടൊപ്പം ഇരുന്നൊന്ന് ഫുഡ് കഴിക്കുകയോ എന്നോട് സംസാരിക്കുകയോ, അത്രയൊക്കെ മതി. അത്രയും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിനൊന്നും സമയമില്ല. എന്നിട്ട് പറയുന്നതോ സൗഭാഗ്യം, സന്തോഷം, ടൂർ കൊണ്ടുപോകുന്നു. ഇതൊക്കെയാണോ വലിയ കാര്യം? സോറി അടി, ജീവിതം പച്ചെടുപ്പിക്കാനുള്ള ഓട്ടത്തില് എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ പറ്റി. കാശിന്റെ പുറകിൽ ഓടി. പക്ഷെ നീ എനിക്ക് മനസ്സിലാക്കി തന്നു, കാശും വേണം, കുടുംബജീവിതവും വേണം. സോറി അടി.